ഇന്ത്യയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇന്ത്യയിൽ മുഖം കാണിച്ച് പരസ്യമായി മതവിമർശനം നടത്താൻ കഴിയുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ഏക പ്രദേശം കേരളമാണ്. ഈ ഇന്ത്യ എന്നതുകൊണ്ട് സോ കോൾഡ് ഇപ്പോഴത്തെ ഭരണ പാർട്ടിയായിട്ടുള്ള ഹിന്ദുത്വ പാർട്ടിയാണോ പ്രദാനം ചെയ്യുന്നത് എനിക്കറിയില്ല. ഇൻ കേസ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ വിചാരിക്കുന്ന മൂഢന്മാരോട് പറയാനുള്ളത്, യോഗി ഭരിക്കുന്ന യുപിയിൽ ഇസ്ലാം ഉപേക്ഷിച്ച് വന്ന ഒരു മനുഷ്യന് സ്വതന്ത്രമായി മതവിമർശനം നടത്താൻ കഴിയില്ല. അപ്പൊ അത് കേവലമായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന്റെയോ പ്രത്യേകതയല്ല. അത് ഈ പറയപ്പെടുന്ന കുറേ ഘടകങ്ങൾ ആശ്രയിച്ചിരിക്കുന്നതാണ്. ഇവിടുത്തെ ജനത ആർജിച്ചിട്ടുള്ള സഹിഷ്ണുത, ഇവിടുത്തെ ജനതയുടെ സംസ്കാരം, ഈ കേരളത്തിലെ മലയാളികൾ ആർജിച്ചിട്ടുള്ള സംവേദനക്ഷമത, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളിൽ നിന്ന് അവർ ഉണ്ടായിട്ടുള്ള തിരിച്ചറിവ്, പുതിയ തലമുറയിലെ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റം, ഇങ്ങനെയുള്ള ഒരുപാട് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള സാഹചര്യങ്ങളുടെ ഗുണഫലം. അതിനൊക്കെ അപ്പുറത്തേക്ക് കുറെ കാലങ്ങളായിട്ട് കേരളത്തിൽ വളരെ ആക്റ്റീവായിട്ട് ജീവൻ പണയം വെച്ച് എന്ന് പറയാവുന്ന രീതിയിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുറെ മനുഷ്യരുണ്ട്. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ചേകനൂർ മൗലവി മതത്തിനകത്ത് നിന്ന് നവീകരണത്തിന് വേണ്ടി ശ്രമിച്ച് ജീവൻ വെടിയേണ്ടി വന്ന, അല്ലെങ്കിൽ ജീവൻ പൊലിഞ്ഞ, അല്ലെങ്കിൽ ജീവൻ അപഹരിക്കപ്പെട്ട, കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇസ്ലാമിന്റെ ഇവിടുത്തെ അസഹിഷ്ണുതയുടെ ഇരയാണ്. പക്ഷേ ചേകനൂർ മൗലവിയുടെ രക്തത്തിന്, ജീവിതത്തിന് കേരളത്തിലെ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾക്ക് കടിഞ്ഞാടിടാൻ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച്. അതിനുശേഷം ഉണ്ടായ ഏറ്റവും വലിയ ഒരു ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അക്രമമായിരുന്നു ജോസഫ് മാസ്റ്റർ കൈവട്ടൽ. ഇതും ഇസ്ലാമിക സമൂഹത്തിനകത്ത് തന്നെ ഈ എക്സ്ട്രീം വിങ്ങിനെ നിലനിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എക്സ്ട്രീമിസത്തോട് മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് എതിർപ്പ് ഉണ്ടായി വരാൻ കാരണമായിട്ടുണ്ട്. അതിനോട് സഹകരിച്ചവരും അതിനോട് മൗനം കൊണ്ട് സമ്മതിച്ചവരും അതിനോട് നിസ്സംഗത പുലർത്തിയവരൊക്കെ വിശ്വാസികൾക്കിടയിലുണ്ടാവാം. പക്ഷെ നമ്മളിതിനെ ഇതിന്റെ ആകത്തുക, ഇതിന്റെ ഒരു ടോട്ടൽ എഫക്ട് അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിലപാട് പറയേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പിന്നെ അതേപോലെ ഇപ്പൊ ജബ്ബാർ മാഷിന്റെ പേരിട്ട് പറയണം. ജബ്ബാർ മാഷ് ഇപ്പോൾ 10-40 വർഷത്തോളമായിട്ട് കേരളത്തിൽ മലപ്പുറത്ത് ഈ പറയപ്പെടുന്ന ആധുനിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് കേവലമായ പുസ്തകങ്ങൾ മാത്രം ആശ്രയിച്ച് തെരുവുകളിൽ, ചെറിയ ജംഗ്ഷനുകളിലൊക്കെ ചെറിയ പരിപാടികൾ സംഘടിപ്പിച്ച്, ഇന്നത്തെ പോലത്തെ എസി ഹാളിൽ ഇരുന്നിട്ടും യൂട്യൂബ് ലൈവിൽ ഇരുന്നിട്ടൊന്നും അല്ലല്ലോ. ഈ പറയപ്പെടുന്ന സഹിഷ്ണുതയൊന്നും ആളുകൾ ആർജിക്കാത്ത കാലത്ത് സമരം നടത്തിയ, പോരാട്ടം നടത്തിയ, കൃത്യമായിട്ട് നിലപാടുകൾ ധൈര്യമായിട്ട് പറഞ്ഞ് ഈ പ്രശ്നങ്ങളോട് അതിജീവിച്ച് അതേ സമയത്ത് മനുഷ്യരോട് സഹകരിച്ച് ജീവിച്ചു പോകുന്ന മനുഷ്യരുടെയൊക്കെ പ്രയത്നത്തിന്റെ ഫലമാണ് കേരളത്തിൽ നമ്മൾ ഇന്ന് ആർജിച്ചിട്ടുള്ള ഈ സഹിഷ്ണുതാപരമായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു സമാധാന അന്തരീക്ഷം. ഇത് പറയാനുള്ള, അതല്ലാതെ നമ്മളിപ്പോൾ ഒരാളോ രണ്ടാളോ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് കേരളം മാറിയെന്നൊന്നും വിചാരിക്കുന്നത് ഉത്തരം താങ്ങുന്ന പല്ലികളെ പോലെ നമുക്ക് അങ്ങനെ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അത് അതിന് കാര്യമില്ല. അപ്പം ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട്. അല്ലാതെ കേവലമായിട്ട് ഇന്ത്യയിലായതുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ വേറെ എവിടെയും പറ്റൂല. ഇന്ത്യയിലായതുകൊണ്ടല്ല. ഇന്ത്യയിലായതുകൊണ്ട് മാത്രമല്ല. ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല. ഞാൻ ചോദ്യം വളരെ വിശദമായിട്ട് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.